ഹായ് അസ്സാം വലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറ്, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി എന്നിവയുടെ എല്ലാം കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കറിയാണ് വെണ്ടക്ക കറി. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ കുറച്ച് വെണ്ടക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതുപോലെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ വെണ്ടക്ക ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ ഇപ്പോൾ വാട്ടി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഒന്നും കൂടെ ഇളക്കി വാട്ടിയെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം വാടിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. ഇനി അതിലേക്ക് ഞാനിപ്പോൾ 2 സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതൊഴിക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ ഇതുപോലെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാം വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ അര ടീസ്പൂൺ ഉപ്പ്. നമ്മൾ വെണ്ടക്കയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ടിടാം. അപ്പോൾ ഇതെല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ കയ്യിൽ വെറും മുളക് പൊടിയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തത് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി പിഴിഞ്ഞിട്ട് ഇതുപോലെ അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം. ഈ വെള്ളമൊക്കെ ഒഴിച്ച് മൂടി വെച്ച് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടി വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതുപോലെ വെണ്ടയ്ക്ക ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഇത് ഒരു 2 മിനിറ്റ് സമയം മൂടി വെച്ചാൽ മതി. കാരണം നമ്മൾ വെണ്ടയ്ക്ക വാട്ടിയെടുത്തതാണല്ലോ. അപ്പോൾ അത് വേവുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരച്ച് വെച്ച ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിളച്ച് ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ചെറുതായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്നിട്ട് പിന്നെ ഇനി ഇത് ഒന്നും കൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വേണ്ടവർക്ക് ചെറിയ ഉള്ളിയിൽ പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വെച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ചെയ്താൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.